CA, CMA, CS ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും എക്സാം ക്ലിയർ ആവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചില ആൾ പറയും പഠിക്കാത്തതാണ്, ചില ആൾക്കാർ പറയും എക്സാമിന് പെർഫോം ചെയ്യാത്തതാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി എക്സാം ക്ലിയർ ആവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പഠിക്കാത്തതോ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തതോ കൊണ്ടോ ഒന്നല്ല എന്നുള്ള കാര്യം എല്ലാ ആൾക്കാർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് എക്സാം ക്ലിയർ ആവുന്നില്ല? അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷനിലോ അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലോ എന്തെങ്കിലും ഒരു പോരായ്മ ഉള്ളതിൻ്റെ പേരിലായിരിക്കും പലപ്പോഴും എക്സാം ക്ലിയർ ആവാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ആരും ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടോ അതിൻ്റെ മുകളിൽ പഠിക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല. അങ്ങനെ കഴിഞ്ഞ CAൻ്റെ എക്സാമിന്, ഇൻ്റർമീഡിയറ്റ് എക്സാമിന് ഏറ്റവും ലോ സ്കോർ ഉണ്ടായിരുന്നൊരു പേപ്പറാണ് ടാക്സേഷൻ. അപ്പം സ്വാഭാവികമായിട്ടും പല കുട്ടികളും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടാണ് ലെങ്ത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 2-3 കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ സബ്ജക്റ്റ് ബുദ്ധിമുട്ടായി വരുന്നത്. പൊതുവേ CAയുടെ എക്സാമിൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ കോസ്റ്റിങ്ങും അതേപോലെ ടാക്സേഷനും, സെക്കൻഡ് ഗ്രൂപ്പിൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറുമാണ് പൊതുവേ ആൾക്കാർ ബുദ്ധിമുട്ടെന്ന് പറയാറുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് ഈ ടാക്സുമായി ബന്ധപ്പെട്ട പേപ്പറാണ് എടുക്കാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, നമുക്കൊരു 50+ മാർക്കൊക്കെ എങ്ങനെയാണ് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ ഒരു ക്രാഷ് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൊറോണ കാരണം അത് മുങ്ങിപ്പോയി. ലോക്ക്ഡൗണും ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടേണ്ട കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് മുങ്ങിപ്പോയി. പക്ഷേ ഇപ്രാവശ്യം ഞാനത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കോമ്പൻസേഷനും അതേ കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലും, പിന്നെ ഇപ്രാവശ്യം പല കുട്ടികളും കഴിഞ്ഞ എക്സാമിന് അപ്പിയർ ചെയ്ത പല കുട്ടികളും ഫീസ് കൊടുത്തിട്ടൊക്കെയാണ് ക്ലാസ് പഠിച്ചതെങ്കിലും ഓൺലൈൻ ആയതിൻ്റെ പേരിൽ പല ലിമിറ്റേഷൻസും അവർ ഫേസ് ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ അവരുടെ പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്നൊന്നും ഫാക്കൾട്ടീസിനൊന്നും ചിലപ്പം കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കറക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി റിപ്പീറ്റേഴ്സിന് വേണ്ടി മാത്രം വരുന്ന ഫെബ്രുവരി 20-21 കണ്ണൂർ വെച്ചിട്ട് ഫേസ് ടു ഫേസ് ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളാണ് 20-21 ഇൻകം ടാക്സിൻ്റെ ഒരു ക്രാഷ് ക്ലാസ് വെക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി അതിനെത്രയാണ് കോസ്റ്റ് എന്നായിരിക്കും അടുത്ത ചോദിക്കുക. അൾട്ടിമേറ്റ്ലി അത് ഫ്രീ ആണ്. താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും അതിനകത്ത് വന്ന് ജോയിൻ ചെയ്യാം. വേറെ ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ 20-21 വരുന്നവർ 2 ദിവസവും മുഴുവനായിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ആകെയുള്ള കണ്ടീഷൻ അത് മാത്രമാണ്. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് ഇൻകം ടാക്സിന് വേഗം 80-90 മേടിക്കുക എന്നുള്ള വീരവാദമൊന്നും എനിക്കില്ല. പക്ഷേ പലപ്പോഴും കുട്ടികൾ എക്സാമിന് പോകുന്നതിൻ്റെ ഇടയിൽ മിസ്സാക്കുന്ന ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, എക്സാമിൻ്റെ ആ സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രസൻറ്റേഷൻ എങ്ങനെ ചെയ്യണം, ഈ വക കാര്യങ്ങളും. പിന്നെ എക്സാമിന് ഇപ്പം കഴിഞ്ഞ വർഷത്തെ ടാക്സിൻ്റെ അമെൻമെൻറ്റും കാര്യങ്ങളൊക്കെ പോയി. ഇനി പുതിയ വർഷമാണ്, പുതിയ അസസ്മെൻറ്റ് ഇയറാണ്. 21-22 അസസ്മെൻറ്റ് ഇയറാണ് ചെയ്യേണ്ടത്. കുറച്ച് അമെൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ഇരുത്തി നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ക്ലാസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ണൂരാണ് ക്ലാസ് ഉണ്ടാവുക. താല്പര്യമുള്ള ആൾക്കാർ ഒന്നുകിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്തൊരു ചോദ്യം വരും, ഇത് ഓൺലൈനായിട്ട് അവൈലബിൾ ആവുമെന്നുള്ളത്. ഓൺലൈനായിട്ട് ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. കാരണം ഓൺലൈനിലുള്ള ലിമിറ്റേഷൻസ് കാരണമാണ് ഞാനിത് ഓഫ്ലൈൻ വെക്കുന്നത്. അപ്പോൾ ഓൺലൈനിൽ എത്ര കുട്ടികൾക്ക് ഇതിന് താല്പര്യമുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് പറ്റുമെങ്കിൽ കുറച്ച് സമയം ഞാൻ അതിന് വേണ്ടിയിട്ടും ഷെയർ ചെയ്യാൻ റെഡിയാണ്. പക്ഷേ എത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയില്ല. അതിന് ഞാൻ താഴെ ഒരു ടെമ്പററി ഗ്രൂപ്പ്, അതിൻ്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക. അത് ഫർദർ ഗ്രൂപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അൾട്ടിമേറ്റ്ലി പറഞ്ഞ കാര്യം ആലോചിക്കുക. ഇത് അറ്റൻഡ് ചെയ്തത് കൊണ്ട് നിങ്ങൾ 100 മാർക്കിന് പാസ്സാവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ പ്രിപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ചെറിയ കറക്ഷൻസ് നമുക്ക് ചെയ്യാനും അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാനും വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. സിലബസിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നീറ്റായിട്ട് കവർ ചെയ്യും. താല്പര്യമുള്ള ആർക്കും ഇത് ചെയ്യാം. പിന്നെ അൾട്ടിമേറ്റ്ലി ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ നിങ്ങളിത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അത് നിർബന്ധമാണ്. കാരണം ഇങ്ങനെ ഇനിയും പഠിക്കാൻ വേണ്ടിയിട്ട് ഫീസ് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പാസ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എനിവേ, ബൈ.